ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷാഡോ വർക്കാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണിത്. ബാക്ക് സ്റ്റിച്ച് ആണ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ആയിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കും, അതാണ് ഷാഡോ വർക്ക്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലുള്ള 6 സ്ട്രാൻഡ്സ് ഉള്ള ത്രെഡിൽ നിന്ന് 3 സ്ട്രാൻഡ്സ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് 3 ത്രെഡ് ഇതുപോലെ എടുത്ത് നമുക്ക് കൊരുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് സൂചിയിൽ എടുക്കാം. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് പൊരുത്ത് ഇതുപോലെ 2 എൻഡിലും കൂട്ടി ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഞാനിവിടെ ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഈ ഒരു അറ്റത്തു നിന്ന് തുടങ്ങുന്നത്. അപ്പോൾ അത് താഴ്ന്ന് ആ ലൈനിൽ കൂടെ തന്നെ എടുക്കാം മുകളിലേക്ക്. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്യാം. ബാക്ക് സ്റ്റിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാം. അടുത്ത സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത് ഇപ്പുറത്തെ സൈഡിൽ നിന്നാണ്. ഈ സൈഡിൽ നിന്ന് എടുത്ത് തിരിച്ചങ്ങോട്ട് തന്നെ കൊടുക്കും. അടുത്തത് ഇവിടെ നിന്ന് എടുക്കാം. അടുത്തത് ആദ്യം നമ്മൾ ഒരു സ്റ്റിച്ച് ഈ സൈഡ് കൊടുക്കും, പിന്നെ അടുത്ത സ്റ്റിച്ച് ഓപ്പോസിറ്റ് സൈഡ് കൊടുക്കും. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് അറിയാം ബാക്കിൽ ക്രോസ് ആയിട്ടായിരിക്കും സ്റ്റിച്ച് വീഴുന്നത്. കണ്ടോ, ഇത് കണ്ടോ, ഇതുപോലെ ക്രോസ് ആയിട്ടായിരിക്കും സ്റ്റിച്ച് വീഴുന്നത്. അങ്ങനെയാണ് ഷാഡോ വർക്ക് ചെയ്യുന്നത്. കണ്ടോ, അപ്പോൾ ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇത് കാണുമ്പോൾ അറിയാം, കണ്ടോ, അകത്തൂടെ ക്രോസ് ആയിട്ട് കാണുന്നുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെ ക്രോസ് ആയിട്ടായിരിക്കും വരുന്നത്. ഇതാണ് ഷാഡോ വർക്ക് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ പെറ്റൽസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തത് ചെയ്യുമ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല, അതിൻ്റെ അടുത്തായിട്ട് ചെയ്യാം. ലീഫും നമുക്കിതുപോലെ ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ത്രെഡാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യാം.
അപ്പോൾ ഈ ഒരു ലീഫ് നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇതിപ്പോൾ കുറച്ചൊന്ന് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഈ ബാക്ക് സ്റ്റിച്ച് നമുക്കൊന്ന് കുറച്ച് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ഇവിടെ തിരിച്ച് കുത്തുവാണല്ലോ ചെയ്യുന്നത്. ഇവിടെ തിരിച്ച് കുത്തിയിട്ട് ഇവിടേക്ക് തന്നെ എടുക്കാൻ പറ്റും. ഇതുപോലെ അപ്പോൾ ഇതുപോലെ തിരിച്ച് കുത്തി ഇപ്പുറത്തേക്ക് നമുക്ക് ഷാഡോ വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇത് പല കോമ്പിനേഷൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ പെറ്റൽസ് ഒക്കെ മാറ്റി നല്ല ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. കട്ടി കുറഞ്ഞ ഫാബ്രിക്കിൽ ചെയ്യുമ്പോഴായിരിക്കും കാണാൻ നല്ലത്. അപ്പോൾ ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.